Good morning. Next we are going to discuss about operators. ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ബേസിക്കലി എന്താണ് ഒരു ഓപ്പറേറ്റർ? ഓപ്പറേറ്റർ ഇസ് മാത്തമാറ്റിക്കൽ അസൈൻമെൻറ്റ് ടു ഡു സംതിങ് ഓൺ സംതിങ്. ഒരു മാത്തമാറ്റിക്കൽ അസൈൻമെൻ്റ് ആണ്. മാത്തമാറ്റിക്കൽ ഒരു വാല്യൂ, ഒരു ക്വാണ്ടിറ്റിയാണ്. എന്താണ്? ചില ക്വാണ്ടിറ്റീൻ്റെ മേലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു അസൈൻമെൻ്റ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാൻ (ഡോ/ഡോ എക്സ്) അത് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. അതെന്താ? ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. എന്തിൻ്റെ മുകളിൽ? എക്സിൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്ററാണ് എന്ത്? d/dx. അതുപോലെ എന്തൊരു ക്വാണ്ടിറ്റി എടുത്താലും അതിലൊരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ അസൈൻമെൻറ്റ് ടു ഡു സംതിങ് ഓൺ സംതിങ്. ഓക്കെ, അപ്പം ഒരു ഓപ്പറേറ്ററിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു ഓപ്പറൻ്റ് ഉണ്ടാകും. ഓപ്പറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എൻ എൻറ്റിറ്റി വിത്ത് സംതിങ് ഇസ് ഡൺ. എന്തിൻ്റെ മുകളിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറൻ്റ് എന്ന് പറയുന്നത്. എന്തിൻ്റെ മേലെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് എന്ത്? ഓപ്പറൻ്റ്. അപ്പോൾ ഓപ്പറേറ്ററും ഉണ്ടാവും, ഒരു ഓപ്പറൻ്റും ഉണ്ടാവും. ഒരു ഓപ്പറേറ്റർ മീനിങ് ഫുൾ ആവുക എപ്പോഴാണ്? ഒരു ഓപ്പറൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓപ്പറേറ്റർ എന്താവുള്ളൂ? മീനിങ് ഫുൾ ആവുള്ളൂ. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററെ പറ്റി പറഞ്ഞു. (ഡോ/ഡോ എക്സ്) അല്ലെങ്കിൽ d/dx എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. d/dx ഓഫ് എന്തിൻ്റെ ഡിഫറൻഷ്യൽ? ആ ഒരു ഓപ്പറൻ്റ് അവിടെ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഓപ്പറേറ്റർ എന്താവുള്ളൂ? മീനിങ് ഫുൾ ആവുകയുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d²/dx², പിന്നെ d/dx, (ഡോ/ഡോ എക്സ്) ഇതൊക്കെ എന്താണ്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. പിന്നെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ ഇതിനെ മുന്നേ കഴിഞ്ഞ വേവ്സിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററിനെ പറ്റി (del², (ഡോ²/ഡോ എക്സ്² പ്ലസ് (ഡോ²/ഡോ വൈ²) പ്ലസ് (ഡോ²/ഡോ²²). ഇതൊരു ഓപ്പറേറ്ററാണ്. ഇത് എന്തിൻ്റെ മുകളിലാണ്? del² സൈ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ സൈ. അപ്പോൾ സൈ ആണ് അവിടെ ഓപ്പറൻറ്റ്. പിന്നെ ഗ്രേഡിയൻറ്റ് del equal to I (ഡോ/ഡോ എക്സ്), J (ഡോ/ഡോ വൈ), K (ഡോ/ഡോ സെഡ്). ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ വിച്ച് ഓപ്പറൻറ്റ്? അതവിടെ del സൈ ആണെങ്കിൽ del ഫൈ ആണെങ്കിലും ഏതാണ് ഓപ്പറൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്താലേ ഈ ഓപ്പറേറ്റർ എന്താവുള്ളൂ? മീനിങ് ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലീനിയർ ഓപ്പറേറ്റർ. എന്താണ് ഒരു ലീനിയർ ഓപ്പറേറ്റർ? മാത്തമാറ്റിക്കൽ തിയറി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് റെസ്റ്റ് ഓൺ ദ തിയറി ഓഫ് ലീനിയർ ഓപ്പറേറ്റർ. ക്വാണ്ടം മെക്കാനിക്സിലെ ഓൾമോസ്റ്റ് എവറി തിയറി അത് ലീനിയർ ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ലീനിയർ ഓപ്പറേറ്റർ എന്താണ്? എ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ C1 ψ1 പ്ലസ് C2 ψ2. അങ്ങനെ ഇത് ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? C1 ഇൻറ്റു C1 ഒരു കോൺസ്റ്റൻ്റാണ്, A ψ1 പ്ലസ് C2 ഇൻറ്റു A ψ2. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ലീനിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഓപ്പറേറ്ററിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഓപ്പറേറ്റർ. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഏതൊരു ഒബ്സർവബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടാവും. ഫോർ എവറി ഒബ്സർവബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദർ എക്സിസ്റ്റ് ഓർ ദർ കറസ്പോണ്ട്സ് ടു എ ലീനിയർ ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അതിൽ എക്സാമ്പിൾ പറയാം. ക്വാണ്ടം മെക്കാനിക്സിൽ പൊസിഷൻ, മൊമെൻറ്റം, എനർജി ഒക്കെ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റർ ആയിട്ടാണ്. നമ്മൾ മൊമെൻറ്റം ഓപ്പറേറ്റർ, എനർജി ഓപ്പറേറ്റർ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എനർജി എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്പറേറ്റർ ക്വാണ്ടം മെക്കാനിക്സിലാണ് എനർജി ഓപ്പറേറ്റർ. നമുക്കറിയാം ഒരു എക്സ്പ്രഷൻ E psi equal to IH cross dou psi by dou t. ഈ ഒരു എക്സ്പ്രഷൻ അറിയാലോ. ഇവിടെ psi എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റും E എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ക്യാപ്പ് എന്ന ഓപ്പറേറ്ററാണ് IH ക്രോസ് (ഡോ/ഡോ ടി) വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ സൈ. സൈ ഈസ് ദി ഓപ്പറൻറ്റ്. നെക്സ്റ്റ് ഈസ് മൊമെൻറ്റം ഓപ്പറേറ്റർ. നമ്മൾ എനർജി പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഈ ഒരു എക്സ്പ്രഷൻ (ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു IH ക്രോസ് പി സൈ). അപ്പോൾ പി സൈ ഈക്വൽ ടു മൈനസ് IH ക്രോസ് (ഡോ/ഡോ എക്സ്). ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നാണ്. സംശയമുള്ള ആൾക്കാർ ആ സെക്ഷനിൽ പോയി നോക്കുക കേട്ടോ. ഇനി അടുത്തത് പി സൈ നമ്മൾ പറഞ്ഞു. പി സൈ ഈക്വൽ ടു IH ക്രോസ് (ഡോ/ഡോ എക്സ്). അപ്പോൾ പി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്താ? മൈനസ് IH ക്രോസ് (ഡോ/ഡോ എക്സ്) ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ ദ ഓപ്പറൻറ്റ് സൈ. അപ്പോൾ ഇത് PX എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. PY ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? -IH ക്രോസ് (ഡോ/ഡോ വൈ) ഉണ്ടാവും. ഇനി PZ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? -IH ക്രോസ് (ഡോ/ഡോ സെഡ്). ഇതേപോലെ P² എക്സ്പ്രഷൻ P² സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ ഓപ്പറേറ്റർ ഇക്വാലൻറ്റ് ടു P². ഓക്കെ, ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. P² സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്
ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഒരു ഓപ്പറേറ്ററും കൂടിയുണ്ട്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഏതൊരു ഓപ്പറേറ്റർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് എ സിസ്റ്റം, ഒരു ഫംഗ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഫംഗ്ഷനാണിത് ഹാമിൽട്ടോണിയൻ H. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് P, X ആൻഡ് T. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട് H. It is Hamiltonian operator. It is given by minus h cross square by 2m del square plus v of rt. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഡെറിവേഷൻ്റെ സമയത്ത് ഈ ഓപ്പറേറ്ററിനെ പറ്റിയും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 ഓപ്പറേറ്ററിനെ പറ്റി പറഞ്ഞു: മൊമെൻറ്റം ഓപ്പറേറ്റർ, എനർജി ഓപ്പറേറ്റർ ആൻഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഓഫ് ദ ഫോം a psi equal to small letter a psi is called eigenvalue equation, where a is the operator and small letter a is a scalar or a number. It's called eigenvalue. ആ സ്കേലാറിൻ്റെ ആണ് എന്ത് പറയുന്നത്, ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് psi, അതായത് ഓപ്പറൻറ്റ്, ഐഗൺ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ എ. ഓപ്പറൻറ്റ് ചെയ്യുന്നത് സൈൻ്റെ മുകളിലാണ്, അതിനെയാണ് ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ഓപ്പറേറ്ററാണ്, സ്മോൾ ലെറ്റർ എ ഐഗൺ വാല്യൂ ആണ്, അത് സ്കെയിലർ ഒരു നമ്പറോ ആയിരിക്കും. ആൻഡ് psi ഈസ് ദ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദ ഓപ്പറേറ്റർ എ. ഓക്കെ, ഇനി എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്താ? എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം കറസ്പോണ്ട്സ് ടു ആൻ ഐഗൺ വാല്യൂ. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഒരു ഐഗൺ വാല്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, അതിനെയാണ് പറയുന്നത് എന്ത്, ഐഗൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം corresponds to an eigen value is called an eigen state. Next is ഈ ഒരു ഇക്വേഷൻ നോക്കിയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് നമുക്കറിയാം a minus h cross square by 2m del square plus v into psi equal to e psi. നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഏത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്? ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിലേതാ ഓപ്പറേറ്റർ? ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ എന്തിൻ്റെ മുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സൈൻ്റെ മേലെ. അപ്പോൾ സൈ ആണെന്ത്? ഐഗൺ ഫംഗ്ഷൻ. ഇ ആണെന്ത്? ഐഗൺ വാല്യൂ. അപ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m del സ്ക്വയർ പ്ലസ് വി ആണെന്ത്? ഓപ്പറേറ്റർ. മനസ്സിലായോ? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ആൻ ഐഗൺ വാല്യൂ ഇക്വേഷൻ. അപ്പം ഇതാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ഐഗൺ വാല്യൂസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ടിക്കിൾ ഇൻ 1 dimension ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലാണ്. അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ ഐഗൺ വാല്യൂസിനെ പറ്റിയിട്ട് ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഗുഡ് മോർണിംഗ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻ 1 dimension ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അത് പറയുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ഒരു എസ് എ ആണ് പാർട്ടിക്കിൾ ഇൻ 1 dimension ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെ, ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. ഇത് ചിലപ്പോൾ ലെങ്തി വീഡിയോ ആവുകയാണെങ്കിൽ 2 പാർട്ടാക്കിയിട്ടിടും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ടിക്കിൾ ഇൻ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ക്വയർ വെൽ. അത് x = 0 x = L എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ വെല്ലാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ഇവിടെ v = 0 ആണ് ഇൻസൈഡ് ദ ബോക്സ്. ആ ബോക്സിൻ്റെ പുറത്ത് പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് ഇതിന് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് ഇൻഫൈനൈറ്റ് ലെങ്ത്തുള്ള ഒരു സ്ക്വയർ വെൽ ആണ്. ഓക്കെ, നമ്മളെന്താ കൺസിഡർ ചെയ്യുന്നത്? സൊല്യൂഷൻ ഓഫ് എ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് ഇൻ 1 dimension സ്ക്വയർ വെൽ ഓഫ് ഇൻഫൈനൈറ്റ് ഡെപ്ത്. ഒരു ഇൻഫൈനൈറ്റ് ഡെപ്തിലുള്ള ഒരു സ്ക്വയർ വെല്ലിൽ m മാസുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. എവിടെ? ഇൻസൈഡ് ദി ബോക്സ്. അതായത് x0 > x <= L. x0ൻ്റെ Lൻ്റെ ഇടയിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ് എവിടെ? when x <0 and x <L. ആ സ്ഥലത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിൾ മാസ് m ഉള്ള ഒരു പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. ഇനി അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് dou square psi by dou x square plus 2m by h square into e minus v into psi equal to 0 ആണ്. അപ്പം
പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ ഈസ് 0. സോ വി കൺസിഡർ വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m/h² ഇൻറ്റു ഇ സൈ. ഈ ഡോ എങ്ങനെ ഡി ആയി വെച്ചാൽ ഇൻ കേസ് ഓഫ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡി സ്ക്വയറും ഡോ സ്ക്വയറും ഇവിടെ എന്താണ്? സെയിം ആണ്. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m/h² ഇൻറ്റു ഇ സൈ ഈക്വൽ ടു 0. ഓക്കെ, ലെറ്റ് us assume k square equal to 2me/h². Let us assume k square equal to 2me/h². അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെയാവും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0 എന്നാവും. കെ സ്ക്വയർ എന്താ? 2me/h². നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. അങ്ങനെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും ഇടുക. ഇതിൻ്റെ ഒരു ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ ആവുമ്പോഴും എന്താണ്? സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. അറ്റ് എക്സ് ഈക്വൽ ടു 0 സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സ്പ്രഷനിൽ, അതായത് ഇക്വേഷൻ നമ്പർ 2 എന്ത് കൊടുക്കുക? സൈ ഓഫ് എക്സിന് 0 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. അപ്പോൾ 0 ഈക്വൽ ടു എ സൈൻ കെ 0 പ്ലസ് ബി കോസ് കെ 0. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സൈൻ 0യും കോസ് 0യും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ എക്സ്പ്രഷൻ എന്തായി? ബീൻ്റെ വാല്യൂ കിട്ടി, ബി 0 ആണ്. അപ്പം സൈ ഓഫ് എക്സ് എന്താവും? സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആവും. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. അറ്റ് എക്സ് ഈക്വൽ ടു എൽ സൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 ഈക്വൽ ടു എ സൈൻ കെ എൽ. ബി ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. അപ്പോൾ എൻ്റെ ടേം മാത്രം നോക്കിയാൽ മതി. എ ഈക്വൽ ടു സൈൻ കെ എൽ. ഓക്കെ, 0 ഈക്വൽ ടു സൈൻ കെ എൽ. അപ്പോൾ കെ എൽ ഈസ് ഈക്വൽ ടു സൈൻ കെ എൽ. അപ്പം സൈൻ എപ്പോഴാണ് 0 ആവുക? എൻ പൈ ആകുമ്പോൾ. അപ്പോൾ കെ എൽ ഈക്വൽ ടു എൻ പൈ, കെ ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ. അപ്പോൾ നമ്മളെ സൈ എന്താവും? സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ്. ഇതിന് ഇക്വേഷൻ നമ്പർ 4 നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈ ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എൻ്റെ വാല്യൂ കിട്ടണം. എൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നോർമലൈസേഷൻ കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം, നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ വാല്യൂ കിട്ടണം. നമുക്ക് ആദ്യം എയും ബിയും ഉണ്ട്, അൺനോൺസ് കെയും ഉണ്ട്. അതിൽ നമ്മൾ ബി ആദ്യം കണ്ടുപിടിച്ചു, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട്. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കെ കണ്ടുപിടിച്ചു. ഇനി നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? എ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി എക്സ് ഈക്വൽ ടു 1. സോ നമ്മൾ ഇതിവിടെ നമുക്ക് എന്താ, നമ്മൾ ലിമിറ്റ് പറയുന്നത് 0 ടു എൽ ആണ്. അപ്പം 0 ടു എൽ സൈ സ്റ്റാർ ഡി എക്സ് ഈക്വൽ ടു 1. നമ്മളെ സൈ എന്താ? എ സൈൻ എൻ പൈ ബൈ എൽ എക്സ്. അപ്പോൾ സൈ സ്റ്റാർ എന്താ? ഇവിടെ ഇത് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി അല്ല, അതുകൊണ്ട് തന്നെ ആ സൈയും സൈ സ്റ്റാറും ഈക്വൽ ആണ്. അപ്പോൾ അത് തന്നെ എഴുതുക, ഈക്വൽ ടു 1. അപ്പോൾ എങ്ങനെ ഇട്ടു? എ സ്ക്വയർ പുറത്തെടുത്തു, കോൺസ്റ്റൻ്റ് ആണ്. 0 ടു എൽ സൈൻ സ്ക്വയർ എൻ പൈ ബൈ എൽ എക്സ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ എക്സിന് എങ്ങനെ? 1 മൈനസ് കോസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ അതിനെ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1 മൈനസ് 1/2ന് 1/2 ഡി എക്സിനെ വേറെയും മൈനസ് എ സ്ക്വയർ ബൈ 2 കോസ് 2n പൈ എൽ ബൈ എക്സ് ബൈ 2നെ വേറെ എഴുതാം. ഓക്കെ, 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ് കേട്ടോ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ആ എക്സ്പ്രഷനാണ് ഇവിടെ അപ്ലൈ ചെയ്ത്. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? എ സ്ക്വയർ ഇൻറ്റു 0 ടു എൽ 1/2 ഡി എക്സ് മൈനസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 0 ടു എൽ കോസ് 2n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്യേ വേണ്ട. ഇവിടെ ഇതുവരെ എഴുതിയിട്ട് ഇത് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് 0 ആണ് കിട്ടുക. ആ ഡെറിവേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വരെ എഴുതിയിട്ട് ഇത് ഇസ് ഈക്വൽ ടു 0. സോ നമുക്കൊരു ടേമേ ഉണ്ടാവുള്ളൂ. എന്ത്? എ സ്ക്വയർ 0 ടു എൽ 1/2 ഡി എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ കിട്ടും? എ സ്ക്വയർ ബൈ 2 എൽ ഈക്വൽ ടു 1 കിട്ടും. എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 ടു എൽ 1/2നെ എങ്ങനെ എഴുതാം? എൽ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ടു √2 ബൈ എൽ എന്ന് കിട്ടി. എ ഇസ് ഈക്വൽ ടു √2 ബൈ എൽ.
Therefore psi of x equal to root 2 by L sin n pi x by L. And therefore നമ്മളെ ഫംഗ്ഷൻ എന്താണ്? psi of x equal to root 2 by L sin n pi x by L. This is the function of the particle inside the square well potential. Therefore പ്രോബബിലിറ്റി പറയുന്നത് മോഡ് സൈ സ്ക്വയർ ആണ്. അപ്പം എന്താ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2 by L sin സ്ക്വയർ n pi x by L. അപ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഇതും കിട്ടി, അതിൻ്റെ പ്രോബബിലിറ്റിയും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റേറ്റിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ അതിൻ്റെ പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ ഇതിൻ്റെ ഐഗൺ വാല്യൂവും കൂടി കണ്ടുപിടിക്കണം. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് ഇതിൻ്റെ ഒരു ഐഗൺ വാല്യൂ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ പഠിക്കണം. പക്ഷേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.